ദേശസുരക്ഷയിൽ കേരളം സംപൂജ്യരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബി.ജെ.പി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദേശസുരക്ഷയിൽ കേരളത്തിന്റെ പ്രാമുഖ്യം പൂജ്യമാണ്. 2026-ൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിൽ ഉണ്ടാകണമെന്നും അമിത്ഷാ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബി.ജെ.പി പ്രവർത്തകർക്ക് ആവേശം പകർന്നാണ് അമിത്ഷാ മടങ്ങിയത്. ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഈ അപകടം ബോധ്യപ്പെടുത്തുന്ന പ്രചാരണം നടത്തും. ദേശവിരുദ്ധ സംഘടനകളുടെ കെണിയിലകപ്പെട്ട യുവാക്കളെ തിരികെ കൊണ്ടുവരാനുള്ള പ്രചാരണം ആരംഭിക്കും. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇടതു വലത് സർക്കാരുകൾ തള്ളുകയാണ് ചെയ്യുന്നത്. PFI സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഗൗരവത്തിലെടുത്തില്ല. 2026-ൽ BJP നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിലും ഉണ്ടാകണമെന്നും അതിനായി പ്രവർത്തിക്കാനും അമിത്ഷാ ആഹ്വാനം ചെയ്തു. ദേശീയതയെ മുൻനിർത്തിയും ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചുമാണ് അമിത്ഷാ സംസാരിച്ചതെന്ന് നേതൃയോഗത്തിന് ശേഷം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സീറോ ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാമുഖ്യം. അതാണ് അമിത്ഷാജി ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. UDF-ഉം LDF-ഉം ദേശസുരക്ഷയോട് ഒരു തരത്തിലും ആ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗവൺമെന്റിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും പങ്കെടുത്തു. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കണം. BJPക്ക് വികസന അജണ്ട മാത്രമേയുള്ളൂ. വികസന അജണ്ടയിലാണ് BJP ജയിച്ചത്. രാജ്യത്ത് എവിടെയും നിയമാനുസൃതം വോട്ട് ചേർക്കാമെന്നും 6 മാസം ഒരിടത്ത് താമസമുണ്ടായാൽ മതിയെന്നും ചോദ്യത്തിന് മറുപടിയായി MT രമേശ് പറഞ്ഞു. വാർഡ് വികസന സന്ദേശയാത്രകൾ BJP സംഘടിപ്പിക്കും. നേതൃയോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. നേതൃയോഗത്തിനെത്തിയ അമിത്ഷാ യോഗം നടന്ന പാലാരിവട്ടം റെനി ഹോട്ടലിൽ വെച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച N രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വക്താക്കൾ, NDA സംസ്ഥാന വൈസ് ചെയർമാൻ, മോർച്ച സംസ്ഥാന പ്രസിഡന്റുമാർ, മേഖലാ പ്രസിഡന്റുമാർ, മേഖലാ സംഘടനാ സെക്രട്ടറിമാർ, മേഖലാ ജില്ലാ പ്രഭാരിമാർ, ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ള മുതിർന്ന കാര്യകർത്താക്കളാണ് സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തത്. ജനം, കൊച്ചി.